വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് 3 ലെവലിലുള്ള ട്രേഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ശരിയായ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ജോസിച്ചനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ജോസിച്ചൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ആണ്. ഇദ്ദേഹം എന്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സമയം, ടൈം ഫോർ മണി, ഇദ്ദേഹത്തിന് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻകം, വരുമാനം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് തൊമ്മിച്ചനെ നമുക്ക് എടുക്കാം. ഇദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്, ഒരു സംരംഭകനാണ്. ഇദ്ദേഹം ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പണം ഫോർ ടൈം, പണം കൊടുത്തിട്ട് സമയം വാങ്ങുകയാണ് ഒരു സംരംഭകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, നിക്ഷേപകർ, ഇൻവെസ്റ്റർ. ഇവരെന്താ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മണി ഫോർ മോർ മണി, കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ പണമാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ ആകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും നമുക്ക് അതുവരെ അക്യുമുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റിട്ടേൺസ് കണക്കൂട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്.